ഞാനാണ് ആ പ്രോട്ടോകോൾ തെറ്റിച്ചത്, ക്ഷമിക്കുക. എന്തായാലും പട്ടാളക്കാരെ കുറിച്ച് ക്ഷമിക്കുക. അതെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത് കണ്ണമ്പ്രയുടെ നാടിൻ്റെ കണ്ണമ്പ്രയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു പരിപാടിയുടെ ഒരു വേദിയിലാണ് ഞാനിങ്ങനെ ആശംസ പറയുന്നത്. ഒരുപക്ഷെ നമ്മളിതിനു മുമ്പ് കണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഇവിടെ കണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുമോദന പരിപാടികളോ അതല്ലെങ്കിൽ സ്വീകരണ പരിപാടികളോ ഒക്കെ കണ്ടിട്ടുള്ളത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചില വ്യക്തികളുടെയൊക്കെ വിജയങ്ങളൊക്കെ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി രാജ്യസേവനം നടത്തി തിരിച്ചു വന്ന അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന പട്ടാളക്കാർക്ക് അവരുടെ നാടിൻ്റെ ഒരു ആദരം എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു മഹനീയമായ പരിപാടി സ്വരൂപിച്ച അല്ലെങ്കിൽ നടത്താൻ തയ്യാറായ കണ്ണമ്പ്രയുടെ SNDP ശാഖയുടെ മുഴുവൻ പ്രവർത്തകരെ ഇത്തരത്തിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ പരിപാടി ഒരുക്കിയ പരിപാടിയിൽ ഇതിനു മുൻപ് ഇതുപോലെ നടത്താൻ കഴിയാതെ പോയ തിരിച്ചു വന്ന അല്ലെങ്കിൽ ഇതുപോലെ ഔദ്യോഗിക അവസാനിച്ച് തിരിച്ചു വന്ന മുഴുവൻ പട്ടാളക്കാരെയും കണ്ണമ്പ്ര പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പട്ടാളക്കാരെയും കണ്ടെത്തി പട്ടാളക്കാരെ മാത്രമല്ല ഒരുപക്ഷെ ഷഹീദായ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ നമ്മളുടെ ഇല്ലാതിരിക്കുന്ന പട്ടാളക്കാരോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും ആദരം സമർപ്പിച്ചൊരു പരിപാടി ഇത്ര മഹനീയമായ രീതിയിൽ സംഘടിപ്പിച്ചത് പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റൂ. ഇനി ഇതൊരു മാറ്റമാണ്, ഈ മാറ്റത്തിന്റെ തുടക്കമാണ്. മാറി നടന്നവരും മാറി ചിന്തിച്ചവരും ഒക്കെയാണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കണ്ണമ്പ്രയുടെ മണ്ണിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച SNDP, അതിന്റെ സംഘാടകർ, അതിന്റെ പ്രവർത്തകർ, 1-2 പട്ടാളക്കാരുടെ ഓർമ്മകൾ കൂടി ഞാനിവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ ആശംസ നിർത്തിയാണ് ക്ഷമിച്ചേ പറ്റും. ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ കണ്ണമ്പ്ര, നമ്മുടെയൊക്കെ തട്ടകത്തമ്മയുടെ കണ്ണമ്പ്ര ശ്രീ കുടുംബക്കാവിൽ അമ്മയുടെ അമ്പലത്തിനുള്ളിൽ ഒരു ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. ചില സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് അതിൽ ചില കൊമ്പുകൾ മുറിക്കണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയും അതിനു വേണ്ടി ഒരു മരം മുറിക്കാരനെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവര് സ്ഥിരമായി മരം മുറിക്കുന്ന ആളുകളും അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളും നിലയ്ക്ക് അദ്ദേഹം മരം മുറിക്കാൻ മരത്തിന് മുകളിൽ കയറി കഴുത്തിലൂടെ ഇടുപ്പിലേക്ക് ചുറ്റി കെട്ടിയൊരു ബെൽറ്റിനെ മരത്തിന് കൊളുത്തിക്കൊണ്ടാണ് മരം മുറിക്കുന്ന ആള് മരം മുറിക്കാൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, നിർഭാഗ്യവശാൽ അദ്ദേഹം മുറിച്ച മരത്തിന്റെ കൊമ്പ് വീഴുന്നതിനൊപ്പം ആ മരം മുറിക്കാരനും ഒരു തൂങ്ങിയാടുന്ന ആ സേഫ്റ്റി ബെൽറ്റിൽ തൂങ്ങിയാടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 10-40 അടി ഉയരത്തിൽ ഒരു മരച്ചില്ലയിൽ ജീവന് വേണ്ടി പടയുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അവിടെ ഒരു അവധൂതനെ പോലെ, ഒരു ദേവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു. എന്നെ അവിടുന്ന് ഒരാൾ വിളിച്ച് നിങ്ങളുടെ ആംബുലൻസുമായിട്ടൊന്ന് പെട്ടെന്ന് വരണം, ഒരു അപകടമുണ്ട്, അമ്പലത്തിനടുത്തൊന്ന് വരണമെന്ന് പറയുമ്പോൾ ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച ഈ 40 അടി ഉയരമുള്ള മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഒരു ഏണി വെച്ച് മുകളിൽ കയറി സ്വന്തം തോളിലേറ്റി എടുത്ത് അതിനെ ഇറക്കി നിലത്ത് വെക്കാതെ തോളിൽ തൂക്കിയെടുക്കുന്ന ഒരു സൈനികനെ, ഒരു പട്ടാളക്കാരനെയാണ്. ആ പട്ടാളക്കാരനാണ് ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രസംഗിച്ചത്. ഞാനിത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ സേവന കാലയളവിൽ, അദ്ദേഹത്തിന്റെ ജോലി കാലയളവിൽ അദ്ദേഹം പരിശീലിച്ച, അദ്ദേഹം മനസ്സിലാക്കിയ സ്നേഹവും സമരവും മനുഷ്യനോട് കാണിക്കേണ്ട കടപ്പാടും കടമയുമാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും ഈ സമയത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന പട്ടാളക്കാരും അവരുടെ ഭാര്യമാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഈ നാടിന് സമ്പന്നമാവുന്നതും സമ്പത്താവുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും ഗവിയിലേക്കുള്ള യാത്രക്കിടയിൽ അവിടെ വഴിയിലൊരു ഹോട്ടലിന്റെ പേര് കണ്ടിരുന്നു, പട്ടാളക്കാരന്റെ തട്ടുകട എന്ന്. സ്വാഭാവികമായിട്ടും ആ പട്ടാളക്കാരന്റെ തട്ടുകട എന്ന പേരിന്റെ ഒരു കൗതുകത്തിന്റെ അനുസരിച്ച് ഞാൻ ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ പ്രതിഭ പാട്ടീലിന്റെ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ഒരു ഷമീറിന്റെ കടയായിരുന്നു അത്. ആ കടയ്ക്ക് നിരവധിയായ പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്ന്, കടയിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് അകത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി വീൽ ചെയറും അതിനൊരുക്കിയ സൗകര്യവും, അവിടെ ഇരിക്കുന്ന ഓരോ ടേബിളിലും എഴുതി വെച്ച ചില കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പോലും ഈ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ നിങ്ങൾക്ക് അനുമതിയില്ല.
ആവശ്യമുള്ളത് മാത്രം വാങ്ങി കഴിക്കുക. കാരണം ഈ ലോകത്ത് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും മരിക്കുന്ന നിരവധി ആളുകളുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കഴിക്കുക എന്ന് ഒരു ഹോട്ടൽ നടത്തിപ്പുകാരുടെ ഹോട്ടലിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തിന്റെ അടുക്കളയിൽ കയറി പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാറുണ്ട്. കാരണം ഈ നാട്ടിൽ കഴിക്കുന്ന ആളുകൾക്ക് കൂടെ നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനൊരു മിലിറ്ററിക്കാരനാണ്, പട്ടാളക്കാരനാണ്, എനിക്കത് ചെയ്തേ പറ്റും. ഈ നാട്ടിലുള്ള എൻ്റെ കടമയാണ്. അങ്ങനെ ഈ പട്ടാളക്കാരുടെയും പട്ടാളത്തിന്റെയും അവരുടെ ചിട്ടയായ ജീവിതത്തിന്റെ അവർ നമുക്ക് വേണ്ടി കരുതി വെച്ച കുറെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ നിർഭയാതും ചുമ്മാ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ കാണാതെ പോവുകയാണ്. പകരം എനിക്കിപ്പോഴും ഈ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അവരെ കൊണ്ട് കാണണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഈ ലോകത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയണം. വരും കാലങ്ങളിൽ പഠന വിഷയമാക്കേണ്ട അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ രാജ്യസ്നേഹത്തെക്കുറിച്ചും രാജ്യസേവനത്തെക്കുറിച്ചും സൈനിക സേവനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ പട്ടാളക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവരുടെ അനുഭവങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മളൊന്നും ഇങ്ങനെ ആയതല്ല എന്നും 1000 പേരുടെ ചോര ചിന്തിയ വെടിയുണ്ടകളേറ്റ് മരിച്ച സൈനികരുടെ സേവനത്തിന്റെ ബാക്കി പത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നതും കൂടി നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ടതുണ്ട്. കണ്ണപ്പുറം വാർത്തകൾ എന്ന് പറയുന്ന ഒരു ചെറിയ മീഡിയ അതിങ്ങനെ ഞാനിങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന കുറെ കാഴ്ചകളുടെ ആകെ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നമ്മുടെ ചുറ്റുമുള്ള നിരവധിയായ സഹൃദരായ അല്ലെങ്കിൽ നിരവധിയായ വലിയ വലിയ ഉദ്യോഗ പദവികളിലിരുന്ന, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ളൊക്കെ പ്രഭാകരൻ, അദ്ദേഹം കണ്ണപ്പുറം പഞ്ചായത്തിലെ ഏക ക്യാപ്റ്റൻസിയാണ് അല്ലേ, കോളറി ക്യാപ്റ്റനാണ് അദ്ദേഹം. കണ്ണപ്പുറം പഞ്ചായത്തിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നു. ഇങ്ങനെ ഈ നാട്, ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത എത്രയോ വലിയ വലിയ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊക്കെ കാണാതെ പോകുന്നത്. അത്തരം ആളുകളെ മുഴുവൻ കണ്ടെത്താനും കാണാനും അവർക്ക് അർഹിക്കുന്ന രീതിയിൽ ആദരം കൊടുക്കാനും കാണിച്ച ഈ കണ്ണപ്പുറം SNDP ശാഖയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാരഥികൾക്കൊക്കെ എൻ്റെ പേരിലും ഈ കണ്ണപ്പുറയുടെ പേരിലും ഞാൻ പ്രധാനം ചെയ്ത ചില സംഘടനകളുടെ പേരിലും വ്യാപാരി വ്യവസായ സംഘടനയുടെ പേരിലും കണ്ണപ്പുറ വാർത്തകളുടെ പേരിലും സർവോപരി നാടിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെ പേരിലും മുഴുവൻ അഭിനന്ദനങ്ങളും ആശംസിച്ചുകൊണ്ടിരുന്നു. ഒപ്പം ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങിയ അദ്ദേഹം വളരെ നന്നായി ഹിന്ദി സംസാരിച്ചു. വ്യാപാരികൾ നമുക്കൊക്കെ കാണുന്ന ഒരു കാഴ്ച, നമ്മളുടെ ആളുകൾക്ക് ഹിന്ദി അറിയില്ല. ഏതെങ്കിലും ഭായിമാർ ജോലിക്ക് വരുന്ന ആളുകൾ ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞാൽ പലർക്കും ഹിന്ദി അറിയില്ല. തോടാ കൂടി ഹിന്ദിയാണ്. കാരണം ഒരു ഭാവിയിൽ അദ്ദേഹത്തിന് ഹിന്ദി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും ഈ ആളുകൾക്കൊക്കെ ഹിന്ദി പഠിപ്പിക്കാനും അദ്ദേഹം തയ്യാറാകട്ടെ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ ഓരോ പട്ടാളക്കാരുടെയും കഴിവുകളെ, അവരുടെ കൈവശമുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളെ ഈ നാടിന് ഉപകാരപ്പെടുത്തുവാൻ ഇത്തരം കൂട്ടായ്മകൾക്കും ഇത്തരം സംവിധാനങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി സംസാരിക്കുന്നു. നമസ്കാരം. അടുത്തതായി കണ്ണമ്പ്ര SNDP യോഗത്തിന്റെ ബാലജന